Mastani, you are evicted. നീ പുറത്തേക്ക് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിന്റെ 7ാമത്തെ ആഴ്ച 7ന്റെ പണി കിട്ടിയ നമ്മുടെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് വെൽക്കം മസ്താനി. താങ്ക് യു. ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഈ കർമ്മ റിയൽ ആണോ? ആണ്. ആണോ? എനിക്ക് കിട്ടിയല്ലോ. പണ്ട് പിന്നെ ആയിരുന്നു, ഇപ്പൊ അപ്പപ്പോ. ഈ ഗർഭിണിയായ ഭാര്യ, അതുപോലെ അറബിക് കല്യാണം, ബോയ് ഫ്രണ്ട്, ഇതൊക്കെ ഗെയിമായിട്ട് എന്ത് ബന്ധമുള്ള കാര്യങ്ങളായിരുന്നു? അല്ല, അത് ഞാൻ ട്രിഗർ ചെയ്യാൻ വേണ്ടി. എന്തായാലും പറയാൻ പാടില്ലാത്ത കാര്യം. അതെനിക്ക് ആ ഒരു പോയിന്റിൽ ഈ സാധനം പറയണമെന്ന് തോന്നി. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. മസ്താനി അത്ര മോശം ആളാണോ? എനിക്കറിയില്ല മോശം ആളാണോ നല്ല ആളാണോ? ഞാൻ ഒറ്റത്തന്തിക്ക് വന്നതാ. ഓക്കെ, എന്തുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരാഴ്ച കൊണ്ട് മസ്താനിനെ മടുത്തു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് ചിലപ്പോ ഞാൻ ചെയ്ത എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ലക്ഷ്മി ഒരു ഭയങ്കര ഡ്രാമയായിട്ടാണ് സംസാരിക്കുന്നത്. മൈക്കിട് നാട്ടുകാരെ അപ്പൊ നിർത്തായിരുന്നു. ഇല്ല, ഞാൻ അപ്പൊ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അയാളുടെ മേത്ത് വേറൊരു ആൺകുട്ടിയെ പിടിച്ച് ഉന്തുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ? അതിന് ആര് പറഞ്ഞിട്ടായാലും പേർപ്പസ്ഫുള്ളി പ്ലാൻഡ്. മറ്റത് ആക്സിഡന്റ്, ഇത് പ്ലാൻഡ് ആണ്. ഇത് അതിലും ചീപ്പല്ലേ? ഞാൻ ഫണ്ണായിട്ട് ആണ്. ഒന്നല്ല ചുമ്മാ എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. ഒരു ഗെയിമിന് ആദ്യം വേണ്ടത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. മസ്താനിക്ക് അതുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എന്തോ എങ്ങനെ എന്തായിരുന്നു സ്ട്രാറ്റജി? ഇനി ചോദിക്കാമല്ലോ. പാളിയ സ്ട്രാറ്റജി എന്താണെന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പുറം ലോകം കാണാതെ പോയ സ്ട്രാറ്റജി. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? മസ്താനിക്കൊരു പേര് ഞാൻ ചോദിച്ചാൽ വിൽ യു എഗ്രി വിത്ത് ദിസ്? ദ ഗോസിപ്പ് ഗേൾ. അത് വേണ്ട. ഗോസിപ്പിന്റെ നിലവാരം താഴ്ന്നു പോയോ? ഇല്ല. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ. യു റിയലി മീൻ ടു സേ താഴ്ന്നു പോയില്ല? ഞാൻ അങ്ങനെ അത്രയും താഴ്ന്ന. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. അതുപോലെ മറ്റേ ഈ പൊതുപ്പ് വിഷയം മസ്താനി വല്ലതും കണ്ടായിരുന്നു? ഞാൻ ജിഷിൻ ചേട്ടൻ കണ്ട ആ ഒരു സ്റ്റേറ്റ്മെന്റിലാണ്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. മസ്താനി വീടിനകത്ത് പോയിട്ട് ഉപയോഗിച്ച വാക്കുകൾ എന്തൊക്കെയാണെന്ന് മസ്താനിക്ക് അറിയോ? പോടാ കുറെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ്. അനുമോളുടെ ഫ്രണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെയാ മനസ്സിലായത്. ഓവർ സ്മാർട്ട് ആവുന്നല്ല, ഗതികേട് കൊണ്ടാ. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഡബിൾ മീനിങ് പറയാൻ ഭയങ്കര ഇഷ്ടമാന്നൊക്കെ. കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. കുറച്ച് സാഡ്സ് ഉണ്ടോ? എനിക്കോ ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ 7 ആ ട്രാവൽ? കൊള്ളായിരുന്നു. ആക്ച്വലി അതൊരു പ്രഷർ കുക്കറാണ്. സത്യം മെലിഞ്ഞു സത്യം. പിന്നെ എനിക്കൊരു സെൽഫ് റിയലൈസേഷൻ വന്നത് എന്താന്ന് വെച്ചാല്, ആസ് എ പേഴ്സൺ എനിക്ക് ഇതുപോലത്തെ ഇത്രയും പ്രഷർ ഉള്ളൊരു സിറ്റുവേഷനിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ കാണാം. സീ യു ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ?